കപ്പ് ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് എടുക്കേണ്ടത്. അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ അൽഫാം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉപ്പും പെപ്പറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മൈദ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൈദ ഇതിലേക്ക് നല്ലപോലെ കോട്ടാവും. മൈദ എത്രത്തോളം കോട്ടാവുന്നുവോ അത്രത്തോളം ഈ റെസിപ്പി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ട് കോട്ടായ മൈദ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പോവണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലപോലെ കുടഞ്ഞതിന് ശേഷം ഓയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നന്നായിട്ട് കോട്ടായി കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള മൈദ എല്ലാം കുടഞ്ഞ് കളയണം. ചൂടായി കിടക്കുന്ന ഓയിലിട്ട് നല്ലപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിലിട്ട് കൊടുക്കണം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഇത് ബോൺലെസ് ചിക്കനാണ്, വളരെ ചെറിയ ചിക്കനാണ്. കുഞ്ഞു കുഞ്ഞു പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ എല്ലാം ഓയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നോമ്പ് നോക്കി ക്ഷീണിച്ചുള്ള കുഞ്ഞു മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അടുത്ത നോമ്പ് നോക്കാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. എപ്പോഴും ഒരു ഐറ്റം തന്നെ കൊടുക്കാണ്ട് ഓരോ ദിവസവും വെറൈറ്റി കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ നോമ്പ് നോക്കാൻ ശീലിക്കും. നോമ്പെല്ലാം നോക്കി ക്ഷീണിച്ചുള്ള സമയത്ത് ഇനി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ല വിഷമാവും. പിന്നീട് പിറ്റേ ദിവസം നോമ്പ് നോക്കാനും അവർക്ക് മടിയാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും മക്കൾക്ക് ഇഷ്ടപ്പെടും. മക്കൾക്കെന്ന് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.